എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ മാത്സ് പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 213⁸ എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത്? 213⁸ എന്ന് പറഞ്ഞാൽ 213 ഇൻറ്റു 213 ഇൻറ്റു അങ്ങനെ 8 പ്രാവശ്യം അല്ലേ? അപ്പോൾ ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ളത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ വരിക? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ 8 പ്രാവശ്യമാണ് 3 വരിക അല്ലേ? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. ഇത് നമ്മൾ നോക്കിയാൽ എങ്ങനെയാണ്? 3 9 9 3 27 അല്ലേ? 27 27 ഇൻറ്റു 3 വന്നാൽ 81 വന്നു. അപ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് 1 വന്നു. പിന്നെ 1 ഇൻറ്റു 3 3 3 9 9 3 27 27 ഇൻറ്റു 3 81. അപ്പോൾ 1 ഏത് വരിക? ഒറ്റയുടെ സ്ഥാനത്ത് അക്കം വരിക. അപ്പോൾ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24 15 36 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏത്? നോക്കൂ, 24 15 36 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ LCM കാണണം. LCMന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആവും പിന്നെ ഈ ഒരു ഏതെങ്കിലും ഒരു സംഖ്യ. അപ്പൊ നമ്മൾ അത് കാണണം. അപ്പൊ എന്താ ആദ്യം കാണേണ്ടത്? 24 15 36 എന്നുള്ളതിന്റെ LCM കാണണം. LCM എന്ന് പറഞ്ഞാൽ ലസാഗു കാണണം. അത് 3 പോവും എല്ലാത്തിലും അല്ലെ? 3 24 3 15 13 36. ഇനി ഇവിടെ എന്ത് പോവും? 8ലും 12ലും 4 പോവും അല്ലെ? അപ്പൊ 24 8 എന്ന് പറയാം. അല്ലെങ്കിൽ 2 വീതമായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പൊ 2 ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ 4 2 8 5 6 2 12. ഇനി 2 പോവും. അപ്പൊ 2 5 3 അല്ലെ? ഇനി ഒന്നും പോവില്ല. അപ്പൊ 3 15 15 2 30 30 2 60 60 2 120 120 ഇൻറ്റു 3 360 13 36 360. അപ്പൊ ഇതിന്റെ LCM എന്ന് പറയുന്നത് 360. അപ്പോൾ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ ഏത് സംഖ്യയാണോ അതിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം വെച്ചെങ്കിൽ എന്തായാലും എന്താണ് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 0 ആവണം അല്ലെ? 0 ആവണം. പിന്നെയുള്ളത് 36ന്റെ ഒരു ഗുണിതം വരണം അല്ലെ? 36ന്റെ ഗുണിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരും. നോക്കി നോക്കൂ, 0 ഇവിടെ വെട്ടിക്കളഞ്ഞു പോയി. 36 972 36 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം ആദ്യം പോവും അല്ലെ? 2 പ്രാവശ്യം പോകുമ്പോൾ 72 ആവും. 72ഉം 5ഉം ആണ് 77 അല്ലെ? പിന്നെ 252 ആവും. 252 എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം. 7 6 42 4 3 7 21 4 25 252. അപ്പൊ 7 പ്രാവശ്യം. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ആൻസർ. ഈ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണ ആൻസർ ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ അതാണ് നമുക്ക് കിട്ടുക. ഇതെന്തായാലും ആവില്ല. കാരണം ഒറ്റയുടെ സ്ഥാനത്ത് നമുക്ക് 0 വരണം. എങ്കിൽ മാത്രമേ അതിന്റെ ഒരു മൾട്ടിപ്പിൾ ആവുള്ളൂ. അപ്പൊ ഇതിന്ന് 3 എണ്ണത്തിന്ന് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 527.864 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 1/100 ഇവിടെ 8 എന്നുള്ളതിന്റെ സ്ഥാനം എങ്ങനെയാണ്? 1/10. 6 എന്നുള്ളതിന്റെ സ്ഥാനം എത്രയാണ്? 1/100. അതായത് പോയിന്റ് കഴിഞ്ഞുള്ള സ്ഥാനങ്ങൾ 1/10 1/100. ഇനി 4 1/1000. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എത്ര 1/100 അത് എത്രയാണ്? 6 എണ്ണം. അപ്പൊ 6 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 and 1/2ന്റെ 5 and 1/4 മടങ്ങ് എത്ര? 7 and 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 2 14 14 1 15/2 അല്ലെ? അതിന്റെ 5 and 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 20 21/4.
ഇത് എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 15 ഇൻറ്റു 21. 15 ഇൻറ്റു 21 ആണ്. അപ്പൊ എത്രയാ? ഓരഞ്ച് 5, ഓരോന്ന് 1, ഈരഞ്ച് 10, 1, 3, 5, 1, 3. 315 ബൈ 315/24 8. അപ്പൊ എത്രയാണ് വരിക? 3 8 24 അല്ലേ? 3 8 24. അപ്പൊ 7 വരും. 75 എത്ര വരും? 9 8 72 അല്ലേ? പിന്നെ 30 വരും. അപ്പം 39 പോയിന്റ് ഉള്ളത് ഏതാണ് വെച്ചെങ്കിൽ അത് ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇത് തന്നെയാണ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. നമ്മൾ വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് നമ്മൾ കാണാണ്ടിരിക്കണേ. കാരണം ഓപ്ഷനിൽ 39 പോയിന്റ് പറഞ്ഞിട്ട് ഒരെണ്ണേ ഉള്ളൂ. അത് കാരണം അത് നമുക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 36 ഇൻറ്റു 24 ഈക്വൽ ടു 864 ആയാൽ 0.036 ഇൻറ്റു 2.4. പോയിന്റ് ഇല്ല ചെങ്ങിയ എന്താണ്? പോയിന്റ് ഇല്ല ചെങ്ങിയ ഇത് തന്നെയാണ്. 36 ഇൻറ്റു 24 തന്നെയാണ് അല്ലെ? ഇനി പോയിന്റ് എങ്ങനെയാ ഇടുക? ഇവിടെ 3 സ്ഥാനം ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്. ഇവിടെ 4 ഇവിടെ ഒരു സ്ഥാനവും ഉണ്ട്. അപ്പൊ 3 1 4 സ്ഥാനം വേണം ഉത്തരത്തില്. അപ്പൊ 864 പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം വേണച്ചെങ്കിൽ എങ്ങനെ എഴുതണം? 0.0864 എന്ന് എഴുതണം. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 75ന്റെ 20% 180ന്റെ 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക. 75ന്റെ 20% എന്ന് പറഞ്ഞാൽ 75 ഇൻറ്റു 20/100 പ്ലസ് 180 ഇൻറ്റു 45/100. ഇത് എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇത് വെട്ടിക്കളഞ്ഞു. ഇവിടെ 5 പ്രാവശ്യം പോവും. ഇവിടെ എന്താണ് വരിക? ഓരഞ്ച് 5, 5 25 15 എന്ന് വരും. ഇവിടെ ആവുമ്പോഴോ ഇത് വെട്ടിക്കളഞ്ഞു. ഈരഞ്ച് 10. ഇവിടെ 9 5 45. ഇവിടെ എന്താണ്? 9 18. അപ്പൊ 9 9 81. 15ഉം 81ഉം കൂടി കൂട്ടിയ എത്രയാണ്? 6 96. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 30,000 രൂപയ്ക്ക് 15% നിരക്കിൽ 2.5 വർഷത്തെ സാധാരണ പലിശ എന്ത്? സാധാരണ പലിശ കണക്കാക്കാനുള്ള വാക്യം I = PNR/100 ആണ്. I എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റ്. പി എന്ന് പറയുന്നത് എന്താണ്? മുതല്. എൻ എന്ന് പറയുന്നത് എത്ര കാലത്തേക്കാണ്, എത്ര വർഷത്തേക്കാണ് എന്നുള്ളതാണ് എൻ. ആർ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് എത്ര നിരക്കാണ് എന്ന് ആർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. എത്ര രൂപയ്ക്കാണ്? 30,000. അപ്പൊ 30,000 ഇൻറ്റു എൻ എത്ര വർഷത്തേക്കാണ്? 2.5 വർഷം എന്ന് പറഞ്ഞാൽ 2 4 4 1 5 5/2 അല്ലെ? എൻ 5/2 എന്ന് എഴുതാം. 6 എത്രയാണ് നിരക്ക്? 15% അപ്പൊ 15/100 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? 100 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവും. ഇവിടെ എത്ര വരും? 2 എന്ന് പറയുന്നത് 150 പ്രാവശ്യം അല്ലെ? 15 2 30. അപ്പൊ 150. 15 ഇൻറ്റു 15 225 ആണ്. 225 ഇൻറ്റു 5 പിന്നെ ഒരു 0. 5 25 2 ഈരഞ്ച് 10 2 12 1 ഈരഞ്ച് 10 1 11 പിന്നെ ഒരു 0 ചേർക്കണം അല്ലെ? 150 ഉണ്ട് ഇവിടെ. അപ്പൊ 15 ഇൻറ്റു 15 നമ്മൾ ചെയ്തുള്ളൂ. അതാണ് 225 ഇൻറ്റു 5. അപ്പൊ എത്ര വരും? 1125. അതിന്റെ കൂടെ ഒരു 0 ചേർക്കുക. അപ്പൊ 11,250. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 0.0676 ഈക്വൽ ടു 0.26 ആയാൽ 0.026 സ്ക്വയർ എത്ര? ഇത് നോക്കൂ. 0.26ന്റെ സ്ക്വയർ ആവുമ്പോ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ എത്ര സ്ഥാനം വരും? 4 സ്ഥാനം വരും അല്ലെ? 4 സ്ഥാനം വരും. അപ്പോ ഇവിടെ എന്താണ് ചോദിച്ചേക്കണേ? ഇതിന്റെ എന്താണ് ചോദിച്ചത്?
അതായത് 0.026ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചെങ്കിൽ എന്തായാലും 26ന്റെ സ്ക്വയർ എത്രയാണ്? 676 ആണെന്ന് നമുക്കറിയാം. 0.026 എന്ന് പറഞ്ഞാൽ 3 സ്ഥാനമുണ്ട്. മറ്റ് 0.026 ഇൻറ്റു 0.026 ആണ് 0.026 സ്ക്വയർ അല്ലെ? അപ്പൊ പോയിന്റ് കഴിഞ്ഞ 3 സ്ഥാനം 3 സ്ഥാനം 6 സ്ഥാനം വേണം. അപ്പൊ ഇവിടെ 3 സ്ഥാനമേ ഉള്ളൂ. അപ്പൊ 3 പൂജ്യം കൂടി ചേർക്കണം പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ 0.00676 ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 72 കിലോമീറ്റർ പെർ അവർ എന്നത് ഈക്വൽ ടു ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എത്രയാണ്? 18 4 72. അപ്പൊ 4 5 20. അപ്പൊ 20 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബാഗ് 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 120 രൂപ നഷ്ടം വന്നു എങ്കിൽ നഷ്ടശതമാനം എത്ര? 120 രൂപ നഷ്ടം വന്നു വെച്ചെങ്കിൽ 480 120 കൂടിയാ എത്ര വരും? 600 രൂപ. 600 രൂപയ്ക്കാവും വാങ്ങിണ്ടാവുക അല്ലെ? അപ്പൊ നഷ്ടശതമാനം കണക്കാക്കണത് നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. അപ്പൊ നഷ്ടം എത്രയാണ്? 120 രൂപ ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? 600 രൂപ ഇൻറ്റു 100. അത് എത്രയാണ് വരിക? 20. അപ്പൊ 20% എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? 480 രൂപയ്ക്ക് വിറ്റപ്പോ 120 രൂപ നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ 480 120 കൂടിയിട്ടുള്ളതാവണം വാങ്ങിയ വില. അതുകൊണ്ടാണ് 480 പ്ലസ് 120 ചെയ്തത്. അതാണ് 600. അപ്പൊ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ് നഷ്ടശതമാനം. ലാഭശതമാനം കണക്കാക്കുക എങ്ങനെയാണ്? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അതാണ് ലാഭശതമാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/3നും 1/2നും ഇടയിൽ വരുന്ന ഒരു ഭിന്നസംഖ്യ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 1/3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 0.33 എന്നുള്ളതാണ് വരിക. 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.5 ആണെന്ന്. അപ്പൊ അതിന്റെ ഇടയിലുള്ളത് ഏകദേശം ഒരു 0.4 വരും അല്ലെ? 0.4 വരുന്നത് ഇതിലേതാന്ന് നോക്കി നോക്കൂ. ഇവിടെ വരുമ്പോ 5/12 എന്ന് പറയുമ്പോ പോയിന്റ് കഴിഞ്ഞിട്ട് 50 ആവുമ്പോ 4 48 വരും. അപ്പൊ 0.4 ഏകദേശം വരും. അപ്പൊ അതിന്റെ ഇടയിലുള്ളതാണ്. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. ഇത് നിങ്ങൾക്ക് ഒറ്റ അടിക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ 12/15 ചെയ്തു നോക്കുക. അപ്പോ എന്ത് വരും? 12/15 എന്ന് പറയുമ്പോ നമുക്ക് എന്തായാലും ഏതിൽ വരില്ല? 3 കഴിഞ്ഞിട്ടുള്ളതാണ് വരിക. 120 വരും അല്ലെ? 120 വരുമ്പോ കൂടുതലേ വരുള്ളൂ. 2/3 എന്ന് പറയുമ്പോഴോ 2 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോ ഏകദേശം 6 കഴിഞ്ഞിട്ട് 0.6 കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ അതും അല്ല. പിന്നെ ഇവിടെ വരുമ്പോഴോ 5/6 എന്ന് പറയുമ്പോഴോ 50ല് 7 6 42 8 6 48 0.8 വരും. അപ്പൊ അതും അല്ല. അപ്പൊ ഇതാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0 2 8 14 ഡാഷ് 34. 0 എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ മൈനസ് 1 ആണ്. 2ന്റെ സ്ക്വയർ മൈനസ് 2 ആണ് 2. ഇനി 3ന്റെ സ്ക്വയർ മൈനസ് 1 ആണ് 8. 4ന്റെ സ്ക്വയർ മൈനസ് 2 ആണ്. ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് -1 -2 ചെയ്യണത്. അപ്പൊ ഇനി അടുത്തത് എന്താ വരിക? 5ന്റെ സ്ക്വയർ -1. പിന്നത്തത് എന്താ വരിക? 6ന്റെ സ്ക്വയർ -2. അപ്പൊ 5ന്റെ സ്ക്വയർ -1 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അതായത് 25 - 1 24. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ELFA GLHA ILJA ഡാഷ് MLNA. ആദ്യത്തെ ലെറ്റർ നോക്കൂ. ഇ. എഫ് ഇല്ല. പിന്നത്തെ ഫസ്റ്റ് ലെറ്റർ ജി. എച്ച് ഇല്ല. പിന്നത്തെ ഫസ്റ്റ് ലെറ്റർ ഐ. അപ്പൊ ജെ ഇല്ല. പിന്നത്തെ ലെറ്റർ എന്താ വരിക? കെ ആണ് വരിക. കെ ഉള്ളത് 2 ഉണ്ട് അല്ലെ? അപ്പൊ നെക്സ്റ്റ് വന്നത് നോക്കൂ. എല്ലാത്തിലും എല്ലാണ്. അപ്പൊ കെ എൽ എന്ന് വന്നു.
ഇനി അടുത്തത് എന്താ? എഫ്. എഫ് കഴിഞ്ഞാൽ ജി ഇല്ല, എച്ച്, ഐ ഇല്ല, ജെ. അപ്പൊ കെ ഇല്ല, എൽ. കെ എൽ എൽ എന്ന് പറയണ ഒരു ആൻസറേ ഉള്ളൂ. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1985 ഡിസംബർ 25 ബുധനാഴ്ചയായാൽ 1988 ജനുവരി 2 ഏത് ദിവസമായിരിക്കും? നോക്കൂ, 1985 ഡിസംബർ 25 എന്ത് പറഞ്ഞിട്ടുണ്ട്? ബുധനാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ബുധൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1986 ഡിസംബർ 25 എത്രയാവും? അതായത് ഇത് ലീപ്പ് ഇയർ അല്ല, 86 ലീപ്പ് ഇയർ അല്ലാത്തതുകൊണ്ട് ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ചയാവും. അപ്പൊ പിന്നത്തെ കൊല്ലം, അതായത് 365 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കിട്ടണത് പിന്നത്തെ ദിവസമാവും. ആ 365 ദിവസം കഴിഞ്ഞിട്ട് വരുന്നത് പിന്നത്തെ ദിവസമാവും. അതായത് ബുധൻ കഴിഞ്ഞ് വ്യാഴാഴ്ചയാവും. ഇനി 1987 ഡിസംബർ വരുമ്പോഴും നമുക്ക് എന്താവും? വെള്ളിയാവും. കാരണം ഇത് ലീപ്പ് ഇയർ അല്ല, അപ്പൊ വെള്ളിയാവും. ഇനി ഡിസംബർ 25 വെള്ളി എന്ന് പറഞ്ഞാൽ അടുത്ത വെള്ളി എത്രയാ വരിക? 32, 31 വരെയുള്ളൂ. അപ്പൊ ജനുവരി 1 എന്താണ്? വെള്ളിയാഴ്ച എന്ന് വരും. ജനുവരി 2 ചോദിച്ചേക്കണേ. അപ്പൊ ശനിയാഴ്ച എന്നുള്ളതാണ് ആൻസർ. വേഗം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് വേഗത്തിൽ അറിയാൻ വേണ്ടി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ പണം രൂപയാണ്. ജപ്പാനിൽ എന്താണ്? യെൻ ആണ്. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? 1, 36, 125, 512. നോക്കൂ, 1ന്റെ ക്യൂബാണ് 1, 5ന്റെ ക്യൂബാണ് 125, 8ന്റെ ക്യൂബ് നോക്കി നോക്കൂ. 8 64 ഇൻറ്റു 8 4 32 3 6 48 3 51 512. ഇത് നിങ്ങളും പഠിച്ചു വെച്ചാൽ നല്ലതാണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. സാധാരണ നമുക്ക് ഇത് കിട്ടും. 512 എന്ന് പറയുന്നത് 8ന്റെ ക്യൂബാണെന്ന്. അപ്പൊ നമുക്ക് ക്യൂബ് അല്ലാത്തത് ഏതാണ്? 36. 36 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ മാത്രമാണ്. അപ്പൊ ബി എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാമുവിന് ക്ലാസ്സിൽ 14ാം റാങ്ക് ഉണ്ട്. ക്ലാസ്സിൽ 45 കുട്ടികളുണ്ട് എങ്കിൽ അവസാനത്ത് നിന്ന് നോക്കിയാൽ രാമുവിന്റെ റാങ്ക് എത്ര? അതായത് ആകെ 45 കുട്ടികളല്ലേ ഉള്ളത്. അതിന്ന് 14 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര വരും? അതായത് 1 പിന്നെ 31. പക്ഷെ ഒരു സ്ഥാനം കൂടിയും കൂട്ടിയാലാണ് രാമുവിന്റെ റാങ്ക് എത്തുക. അപ്പം 32 എന്നുള്ളതാണ് ആൻസർ. അതായത് ബാക്കിൽ നിന്ന് 32ഉം ഫ്രണ്ടിൽ നിന്ന് 14ഉം രാമുവിന്റെ റാങ്ക് ആണ് വെച്ചെങ്കിൽ എത്ര കുട്ടികളുണ്ടെന്ന് എങ്ങനെയാ കാണുക? മുന്നിൽ നിന്നുള്ളതും പിന്നിൽ നിന്നുള്ളതും കൂട്ടുക, അതിന്ന് -1 ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് അറിയാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് ശരിയാണ്. കാരണം 14ഉം 32ഉം കൂടി കൂട്ടിയാൽ 46. 46ന്ന് 1 മൈനസ് ചെയ്താൽ 45. എന്തുകൊണ്ടാണ് ഈ 1 മൈനസ് ചെയ്യണത്? ഒരേ കുട്ടിയെ തന്നെയാണ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള റാങ്ക് പറയണത്. അതുകൊണ്ടാണ് 1 മൈനസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 1 ആഡ് ചെയ്തു. എന്തുകൊണ്ടാണ്? അതേ കുട്ടിയെ തന്നെ കിട്ടാനാണ്. 45ന്ന് 14 മൈനസ് ചെയ്തപ്പോൾ 31 കിട്ടി. 31ന്റെ കൂടെ 1 കൂടി കൂട്ടിയാലാണ് ആ കുട്ടിയുടെ പിന്നിൽ നിന്നുള്ള റാങ്ക് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഡെലീറ്റ് ആക്കിയതാണ്. പക്ഷെ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാനുള്ള വാക്യം n+1 ആണ്. അപ്പൊ 30 + 1 31 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 വർഷം മുമ്പ് അമ്മയ്ക്ക് മകന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകന്റെ 3 മടങ്ങ് പ്രായമാകും എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം. ഇപ്പോ അമ്മയുടെ വയസ്സ് a എന്ന് വിചാരിക്കുക, മകന്റെ വയസ്സ് x എന്നും വിചാരിക്കുക ഇപ്പോഴത്തെ. അപ്പം 2 വർഷം മുമ്പാവുമ്പോൾ a-2ഉം x-2 ആവും. ഈ a-2 എന്ന് പറയുന്നത് 4 × x-2 ആണെന്നാണ് പറഞ്ഞത്.
അല്ലേ? ഇനി 2 വർഷത്തിന് ശേഷം ആവുമ്പോഴോ a+2 ആവും. ഇവിടെ എന്താവും x+2 ആവും. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 3 മടങ്ങാണ്. a+2 എന്ന് പറയുന്നത് 3 ഇൻറ്റു x+2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്ന് എന്ത് കാണണം? മകന്റെ പ്രായം എന്ന് പറയുന്നത് x ആണ്. x മകന്റെ ആയിട്ടാണ് നമ്മൾ എടുത്തത്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ x കണ്ടുപിടിക്കണമെങ്കിൽ ഈ aനെ ഞാൻ ഇവിടുന്ന് a എന്താന്ന് എഴുതും? a = 4x മൈനസ് 24 8 പ്ലസ് 2. അപ്പൊ എന്താണ്? 4x മൈനസ് 6 എന്ന് കിട്ടി അല്ലെ? ഈ എക്ക് പകരം ഞാൻ ഇത് എഴുതി 4x മൈനസ് 6. 4x മൈനസ് 6 പ്ലസ് 2 ഈക്വൽ ടു 3x പ്ലസ് 6 എന്ന് കിട്ടി. അപ്പോൾ എക്സിനെ ഇങ്ങോട്ട് കൊടുന്ന എന്താണ്? 4x മൈനസ് 3x എക്സ് ആയി ഈക്വൽ ടു ഈ 6 അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പം മൈനസ് 6 പ്ലസ് 6 ആവും. അപ്പോൾ 12 ആവും. 12 മൈനസ് 2 10 ആവും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 10 ആയി കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നമ്മളുടെ ഓപ്ഷൻ കൊടുത്തു നോക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ എങ്കിൽ അത് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റൊന്നും വരില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോഡ് ഭാഷയിൽ ലോട്ടസ് എന്ന വാക്കിനെ 2 6 4 3 7 എന്ന് എഴുതിയാൽ അതേ കോഡ് ഭാഷ ഉപയോഗിച്ച് TULSO എന്നത് എങ്ങനെ എഴുതാം? ടിക്ക് പകരം ഇവിടെ എന്താ വന്നേക്കണേ? 4 എന്നാണ് വന്നേക്കണേ. അപ്പൊ 4. യുവിന് പകരം എന്താണ് വന്നേക്കണേ? 3. അപ്പൊ 4 3 എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ സി എന്നുള്ളതാണ് ഓപ്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നും വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റും നിങ്ങളുടെ ലൈക്കും ആണ് എനിക്കുള്ള ഊർജം. അപ്പോഴാണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിൽ എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.